ഒരു ദിവസം സെയിനു ക്ലാസ്സിലേക്ക് വന്നപാടെ പറഞ്ഞു, എടീ, ഒരു കാര്യം കേൾക്കണോ? കൂട്ടുകാരികൾ സെയിനുവിന് ചുറ്റും കൂടി. പറടി, എന്താ, വേഗം പറയ്. ഇന്നലെ എന്നെ ഒരു പണക്കാരൻ കണ്ടിഷ്ടപ്പെട്ട് കാണാൻ വന്നു. എന്നിട്ട് നിനക്കിഷ്ടായോ? ഒരു കൂട്ടുകാരി ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല, സെയിനു എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അതെന്താ? കൂട്ടുകാരികൾ മൊത്തം അവളെ നോക്കി. നമ്മളെ ഫാത്തിമയെ പോലെ കറുത്ത കോലം കെട്ടവനെ ആര് കണ്ടിഷ്ടപ്പെടും? എനിക്കവൻ്റെ കറുത്ത മുഖം കണ്ടപ്പോൾ തന്നെ ഓക്കാനും വന്നു. സെയിനു മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഒരു ബെഞ്ചിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്ന ഫാത്തിമയുടെ മുഖം സങ്കടം കൊണ്ട് വീങ്ങി. ചില കുട്ടികൾ സെയിനു പറഞ്ഞത് കേട്ട് ഫാത്തിമയെ നോക്കി ചിരിച്ചെങ്കിലും ചിലർ ഫാത്തിമയെ സഹതാപത്തോടെ നോക്കി. സെയിനുവിൻ്റെ അഹങ്കാരമുള്ള വാക്കുകൾ കേട്ട് അവർ മനസ്സിൽ അടക്കം പറയുകയും ചെയ്തു. ഓ, ലോകസുന്ദരിയല്ലേ, ലോകസുന്ദരനെ കിട്ടുമെന്നായിരിക്കും വിചാരം. എടീ, പണക്കാരനല്ലേ, നിനക്ക് കെട്ടിക്കൂടെ? കാറിലൊക്കെ വിലസിക്കൂടെ നിനക്ക്? ഒരു അടുത്ത കൂട്ടുകാരി സെയിനുവിനോട് ചോദിച്ചു. അപ്പോൾ സെയിനു അഹങ്കാരത്തോടെ പറഞ്ഞു, എന്നെ കെട്ടുന്നവൻ പണക്കാരൻ മാത്രമായാൽ പോരാ. പിന്നെ? കൂട്ടുകാരികൾ അവളെ മൊത്തം നോക്കി. നല്ല വെളുത്ത സുന്ദരനാവണം, നല്ല കട്ടിമീശ വേണം, വയറൊന്നുമില്ലാത്ത നല്ല സുമുക്കനാവണം. എങ്കിൽ മാത്രം ഈ സെയിനു സമ്മതം കൊടുക്കും. അല്ലാത്തവർ കെട്ടണമെന്നും പറഞ്ഞ് പിന്നാലെ വന്നാൽ ആട്ടിയോടിക്കും ഞാൻ. സെയിനു കൈകൊണ്ട് ആട്ടും പോലെ മുഖം വക്രിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് കൂട്ടുകാരികൾ പൊട്ടിച്ചിരിച്ചു. ചില കുട്ടികൾ അഹങ്കാരി എന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും ഒപ്പം ചിരിയിൽ പങ്കുചേർന്നു. ഫാത്തിമ ഒന്നിനു നിൽക്കാതെ ബെഞ്ചിൽ ഒതുങ്ങിയിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. സെയിനുവിനും കൂട്ടുകാരികൾക്കും 10ാം ക്ലാസ്സിലെ ഭാവി പരീക്ഷിക്കുന്ന പരീക്ഷ അടുത്തു. സെൻഡ് ഓഫ് ദിവസം എല്ലാവരും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിരിയാനായ നേരം ഒരു കൂട്ടുകാരി സെയിനുവിനോട് പറഞ്ഞു. സെയിനു, എടീ, കല്യാണമുണ്ടായാൽ വിൽക്കാൻ മറക്കരുത് കേട്ടോ. അത് പിന്നെ പറയണോ? എൻ്റെ കല്യാണമുണ്ടായാൽ ഞാൻ എല്ലാവരെയും മറക്കാതെ വിൽക്കും, പോരെ? സെയിനു പുഞ്ചിരിയോടെ പറഞ്ഞു. അത് മതി, അത് മതി. കൂട്ടുകാരികളെല്ലാം പൊട്ടിച്ചിരിച്ചു. ബെഞ്ചിലെ ഒരു സൈഡിൽ കൂട്ടുകാരികൾ പറഞ്ഞതെല്ലാം കേട്ട് ഒന്നും പറയാതെ ഫാത്തിമ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരി ഫാത്തിമയെ ചിരിയോടെ തോണ്ടി പറഞ്ഞു. എന്താ പാത്തു, നീ ഒന്നും മിണ്ടാത്തെ? കല്യാണമുണ്ടായാൽ നീ വിളിക്കില്ലേ? അത് കേട്ടതും സെയിനു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. പാത്തുവിൻ്റെ കല്യാണച്ചോറ് നമ്മൾ തിന്നോന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? കൂട്ടുകാരികൾ സെയിനുവിനെ നോക്കി. ഒട്ടിയ മുഖവും കാക്കക്കറുമ്പിൻ്റെ നിറവുമുള്ള ഫാത്തിമയെ കെട്ടാൻ ആര് വരാനാ? നമ്മുടെ മക്കളെ കല്യാണം കഴിഞ്ഞാലും ഫാത്തിമയുടെ കല്യാണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ, സെയിനു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. അപ്പം ചില കൂട്ടുകാരികൾ സെയിനു പറഞ്ഞത് കേട്ട് ചിരിച്ചെങ്കിലും ചിലർക്ക് ചിരിക്കാനേ തോന്നിയില്ല. കരയാൻ വമ്മുന്ന മുഖത്തോടെ ഇരിക്കുന്ന ഫാത്തിമയെ അവർ സഹതാപത്തോടെ നോക്കിയിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുകൊണ്ടിരിക്കെ പരീക്ഷകളും ഓരോന്നായി കഴിഞ്ഞു. കുട്ടികളെല്ലാം ടെൻഷനോടെ പരീക്ഷാഫലം കാത്തിരുന്നു.